ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാ പേരൻസിൻ്റെയും പ്രത്യേകിച്ച് അമ്മമാരുടെ ഏറ്റവും കൂടുതലുള്ള സംശയങ്ങളാണ് എൻ്റെ കുഞ്ഞ് നോർമലാണോ, ഹെൽത്തി ആണോ, നോർമലായിട്ട് വളരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആണോ നോർമലാണോ എന്നുള്ളതിൻ്റെ സയൻസ് എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഏകദേശം 10 കൂടുതലോ ലക്ഷണങ്ങൾ വളരെ ചുരുക്കി പറയുകയാണ്. ഞാൻ പറയുന്നതെല്ലാം ഫുൾ ടേം മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. രണ്ടും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഫുൾ ടേം ആയിട്ട് ജനിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ നോർമലായിട്ട് കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിന് ശേഷം കരഞ്ഞിരിക്കും. അത് ഒരു നോർമൽ കുട്ടിയുടെ ലക്ഷണം തന്നെയാണ്. ഇനി ജനിച്ചു കഴിഞ്ഞു, നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ പാൽ കൊടുക്കാൻ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നതാണ്. ഇനി സിസേറിനാണെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ്, എന്നാലും എത്ര നേരത്തെ അമ്മയുടെ പാൽ കൊടുക്കാൻ തുടങ്ങുന്നോ അത്രയും നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് പാൽ കുടിക്കാൻ തുടങ്ങി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞ് ശരിക്ക് അമ്മയുടെ പാൽ വലിച്ച് കുടിക്കുന്നുണ്ട്, തുടർച്ചയായി കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് നിർത്തുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് സക്ക് ചെയ്യുന്നുണ്ട്, വിശപ്പ് മാറുമ്പോൾ നിർത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുഞ്ഞ് ഓൾമോസ്റ്റ് നോർമൽ കുഞ്ഞ് തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ചെറിയ അനോമലീസ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ റെയർ ആയിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് ഞാൻ ഈ പറയുന്ന കേട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഉണ്ടാകുമെന്നല്ല പറയുന്നത്. 2 മൂക്കും ജന്മന തന്നെ കുറച്ച് അടപ്പുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്, വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർക്ക് പാല് വലിച്ചു മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് വലിച്ചു കുടിക്കാൻ പറ്റുകയില്ല. മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ നിർത്തിയിട്ട് പിന്നെയും കരയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷമായിരിക്കും പാല് കുടിക്കുന്നത്. അത് ഒരു മൂക്കിന് മാത്രം അടപ്പാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുകയില്ല. അറിയാമല്ലോ, ക്ലെഫ്റ്റ് പാലറ്റ്, അതായത് ഉണ്ണാക്കിൽ വലിയ കീറൽ ഉള്ള കുട്ടിക്കും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പാല് വലിച്ചു കുടിക്കാൻ പറ്റുകയില്ല. ചെറിയ ക്ലെഫ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാല് കുടിക്കുമ്പോൾ മൂക്കിൽ കൂടെ വന്നിരിക്കും, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിന് ഹെൽത്തി ആയിരിക്കും, ഓൾമോസ്റ്റ് നോർമൽ തന്നെയായിരിക്കും. ഹാർട്ടിനോ ലങ്സിനോ ഒക്കെ കുഴപ്പമുള്ള കുട്ടികൾക്ക് സാധാരണ ശ്വാസം പെട്ടെന്ന് വിടുകയും അവർക്ക് ചെറിയ പാല് കുറച്ച് വലിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇൻ്ററപ്റ്റഡ് സക്കിങ് എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പാല് കുടിക്കും. അങ്ങനെയുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുകയും ചെയ്യണം. പിന്നെ കുഞ്ഞ് പെട്ടെന്ന് ശ്വാസം വിടുകയോ, അതേസമയം ഉറങ്ങുമ്പോൾ നോർമലായിട്ടുള്ള ന്യൂ ബോൺസ് തന്നെ ഇടയ്ക്ക് ഇത്തിരി നേരം ശ്വാസം ഒന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് ശ്വാസം വിടുന്നതാണ്. അതെല്ലാം നോർമൽ തന്നെയാണ്. പിന്നെ കുഞ്ഞിന് കൈവിരലിലോ ചുണ്ടിലും നാക്കിലും എല്ലാം നീല കളറുണ്ടെങ്കിൽ അതും അബ്നോർമൽ തന്നെയാണ്. കുഞ്ഞ് 6 മുതൽ 8 പ്രാവശ്യം മൂത്രമൊഴിക്കുകയും മൂത്രം നോർമൽ കളറിൽ തന്നെ പോവുകയും ആണെങ്കിൽ എല്ലാം നോർമൽ തന്നെയാണ്. പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറവാണ്, ചിലപ്പോൾ കൂടുതൽ ചൂടുള്ളപ്പോഴും കൂടുതൽ പൊതിഞ്ഞ് വയ്ക്കുമ്പോഴും കുഞ്ഞ് കൂടുതൽ വിയർക്കുകയും അങ്ങനെ മൂത്രത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. എന്നാലും നല്ല കളറോടുകൂടി ഹൈ കളേർഡ് യൂറിൻ, കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറവാണെന്ന് വിചാരിക്കേണ്ടതാണ്. പിന്നെ സാധാരണഗതിയിൽ അമ്മയുടെ പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് 6 പ്രാവശ്യമോ 8 പ്രാവശ്യമോ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ തന്നെ വയറ്റിൽ നിന്ന് പോവുകയും ചിലപ്പോൾ പാല് കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴോ പാല് കുടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോയെന്നിരിക്കും. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നോർമൽ തന്നെയാണ്. പിന്നെ വയറ്റിൽ നിന്ന് പോകുന്നതിന് മുമ്പും മൂത്രമൊഴിക്കുന്നതിന് മുമ്പും എല്ലാം ഒന്ന് മുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലോണം വെയിറ്റൊക്കെ കൂടുന്ന കുട്ടിയാണെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമുള്ള സംഗതിയല്ല. പിന്നെ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ ജനിച്ച കുട്ടികളെ 6 ദിവസം 8 ദിവസമൊക്കെ ആയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ നമ്മളെ ശരിക്ക് സൂക്ഷിച്ച് നോക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ അമ്മയോട് വിളിക്കാൻ പറയുമ്പോൾ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പ്രായം ചെല്ലുന്തോറും അമ്മ സംസാരിക്കുകയോ വീട്ടിലെപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള വോയിസ് നോക്കുന്നവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ കുഞ്ഞ് ശ്രദ്ധിച്ച് നോക്കുകയാണ്. 6 ആഴ്ചയാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുകയും നമ്മളെ ഇവിടെ അമ്മയാണെന്ന് മനസ്സിലാക്കി ചിരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ സ്മെൽ. അപ്പോൾ 6 ആഴ്ചയാകുമ്പോൾ ചിരിക്കുന്നത്, ഒരാഴ്ച മുമ്പോ ഒരാഴ്ച കഴിഞ്ഞോ ഒന്ന് സോഷ്യൽ സ്മൈൽ ഡെവലപ്പ് ചെയ്യുന്നതും നോർമൽ തന്നെയാണ്. കുഞ്ഞ് കരയുമ്പോൾ, സാധാരണ എല്ലാ കുട്ടികളും കരയുമല്ലോ, വിശക്കുമ്പോൾ കരയും, മൂത്രം ഒഴിച്ചാൽ ഡിസ്കംഫർട്ട് കൊണ്ട് കരയും, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ആ ഡിസ്കംഫർട്ട് കൊണ്ട് കരയും, കൂടുതൽ ചൂടാണെങ്കിൽ തണുപ്പാണെങ്കിൽ എല്ലാം കരയും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അമ്മ എടുക്കുകയോ ആരെങ്കിലും എടുത്ത് ശരീരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കരച്ചിൽ മാറുന്നതാണ്. അതേസമയം കുഴപ്പമുള്ള കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കരച്ചിലുമായിരിക്കും. അത് ഒരു ഹൈ പിച്ച് ക്രൈ, ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദത്തിലെ കരച്ചിലാണ്. എത്ര നമ്മൾ എടുത്താലും എത്ര ആശ്വസിപ്പിച്ചാലും കരച്ചിൽ മാറുകയില്ല. അപ്പോൾ
എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയും അതും ഒരു പ്രത്യേക ശബ്ദത്തോടുകൂടെ കരയുന്ന കുട്ടിയും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ വെയിറ്റിനെ പറ്റിയാണല്ലോ എല്ലാ അമ്മമാർക്കും ഏറ്റവും അധികം വേവലാതി. അപ്പോൾ സാധാരണ 5 മാസമാകുമ്പോൾ ജനിച്ച വെയിറ്റിൻ്റെ ഏകദേശം ഇരട്ടിയാകണം. 1 വയസ്സാകുമ്പോൾ അതിൽ 3 ഇരട്ടിയാകണം. റഫായിട്ടുള്ള കാര്യങ്ങളാണ്. വിചാരിക്കുന്ന പോലെ വെയിറ്റ് ഗെയിൻ ഇല്ല. എപ്പോഴും വിശപ്പാണ്, കരച്ചിലാണെങ്കിൽ ചിലപ്പോൾ പാല് തികയാഞ്ഞിട്ടായിരിക്കും അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ആഴ്ചയാകുമ്പോൾ കുഞ്ഞ് നമ്മളുടെ മുഖത്ത് നോക്കി അമ്മയാണെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അമ്മൂമ്മയാണെന്ന് അറിഞ്ഞ് എപ്പോഴും കുഞ്ഞിനോട് സംസാരിക്കുന്നവരെ ആയിട്ട് കൂടുതൽ മുഖത്ത് നോക്കി ചിരിക്കും. ഇനി 4 മാസം ആകും തോറും നമ്മൾ തോളിലിടുകയോ കമത്തി കിടത്തി കഴിയുമ്പോൾ തലയൊന്ന് പൊക്കി പിടിക്കും. പതുക്കെ 4 മാസം ആകുമ്പോൾ ഒരുവിധം നല്ലവണ്ണം തല ഉറച്ചിരിക്കും. നമ്മളിങ്ങനെ തോളിൽ വയ്ക്കുമ്പോൾ തലയ്ക്ക് വലിയ ആട്ടമൊന്നും കാണുകയില്ല. അങ്ങനെ തല ഉറച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങളെ കിടത്തിയാൽ അവർ കമന്ന് വീഴും. അപ്പോൾ 4-5 മാസത്തിനുള്ളിൽ കുട്ടികൾ കമന്ന് വീണിരിക്കണം. പിന്നെ 6 മാസമാകുമ്പോൾ 6-7 മാസമാകുമ്പോൾ നമ്മൾ കൈകുത്തി സപ്പോർട്ട് കൂടി ഇരിക്കും. 8-8.5 മാസമാകുമ്പോൾ തന്നെ പിടിക്കാതെ ഇരുന്നിരിക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടിയെ ഒരു 5-6 മാസമാകുമ്പോൾ മടിയിലിങ്ങനെ നിർത്തുകയാണെങ്കിൽ കുട്ടി നമ്മളുടെ കാല് ഉറപ്പിച്ച് മടിയിൽ നിൽക്കുകയും നമ്മളെ ചവിട്ടുന്ന പോലെ, അതായത് വെയിറ്റ് ബെയർ ചെയ്യുക, അതൊരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അങ്ങനെ കാല് ഉറപ്പിക്കുന്നില്ല, നമ്മൾ ചവിട്ടുന്നില്ല, നമ്മൾ മടിയിൽ വയ്ക്കുമ്പോൾ നല്ലവണ്ണം അമർത്തി ചവിട്ടുന്നില്ലെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. പിന്നെ ഒരു 9 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ നീന്താൻ തുടങ്ങും. 9 മാസം കഴിയുമ്പോഴാണ് ടാറ്റ പറയുന്നത്. ഇതെല്ലാം നോർമലായിട്ടുള്ള മൈൽ സ്റ്റോണാണ്. ഒരു 10-11 മാസമാകുമ്പോൾ തന്നെ നമ്മൾ കസേരയിലോ കട്ടിലിലോ എല്ലാം പിടിച്ച് നിൽക്കും. പതുക്കെ കട്ടിലിലോ കസേരയിലോ ഒക്കെ പിടിച്ച് നടക്കുകയും ചെയ്യും. 1 വയസ്സ് 13 മാസമാകുമ്പോൾ ചുവട് വെച്ച് നടക്കാനും തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഒരു നോർമൽ ഡെവലപ്മെൻറ്റാണ്. ഞാൻ പറയുന്നത് കറക്റ്റ് 1 വയസ്സിൽ തന്നെ 13 മാസമാകുമ്പോൾ തന്നെ കുഞ്ഞ് നടക്കണമെന്നല്ല. എന്നാലും നിങ്ങൾക്ക് 1 മാസം അലവൻസ് വേണമെങ്കിൽ കൊടുക്കാം. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ചിരിക്കണം. 1 വയസ്സാകുമ്പോൾ തന്നെ 2-3 മീനിങ് ഫുൾ വേർഡ്സ് പറഞ്ഞിരിക്കണമെന്നുള്ളത് തീർച്ചയാണ്. അത് അച്ഛന്നോ പാപ്പയെന്നോ ഡാഡി എന്താ വിളിക്കുന്നത് വെച്ചാൽ അങ്ങനെ. പിന്നെ 2-3 മീനിങ് ഫുൾ വേർഡ്സ്, അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് അച്ഛനെ വിളിക്കുക, ഉമ്മയാണെന്ന് അറിഞ്ഞിട്ട് ഉമ്മയെ വിളിക്കുക. അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് മൈൽ സ്റ്റോണാണ്. എന്നാലും ഈ മൈൽ സ്റ്റോൺസ് എല്ലാം കുഞ്ഞുങ്ങൾ അറ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ നോർമലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തി. കുട്ടി ജനിച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ കളർഫുള്ളായ സാധനങ്ങൾ കൊടുക്കുമ്പോൾ, അത് കളർഫുള്ളോ ബ്രൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, കളി സാധനം, ടോയ്സ് കാണിക്കുമ്പോൾ അതിലോട്ട് നോക്കുകയും 2 മാസമാകുമ്പോൾ തന്നെ അത് ഫോളോ ചെയ്യും. പതുക്കെ ഒരു 90 ഡിഗ്രീസൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. 5 മാസം കഴിയുമ്പോൾ തന്നെ നമ്മളൊരു കിലുക്കം എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിൽ പിടിക്കാൻ ഇങ്ങനെ കൈകൊണ്ട് റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. 6-7 മാസമാകുമ്പോൾ തന്നെ തല തിരിച്ച് നോക്കും. ഒരു സാധനം കൊടുത്താൽ തല നല്ലവണ്ണം തിരിച്ച് നോക്കുന്നതായിരിക്കും. പിന്നെ 2-3 മാസത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു കോങ്കണ്ണ് പോലെ തോന്നിച്ചിരിക്കാം. 2 കണ്ണും ഏകദേശം അലൈൻമെൻറ്റ് ശരിയല്ലെന്ന് ചിലപ്പോൾ. പക്ഷെ അത് 5-6 മാസം ആകുമ്പോഴത്തേക്ക് നോർമലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് സംശയം തീർക്കേണ്ടതാണ്. പിന്നെ കണ്ണിൽ നിന്ന് കൂടുതൽ വെള്ളം വരികയോ, ലൈറ്റ് കാണുമ്പോൾ എപ്പോഴും കണ്ണ് അടച്ച് ഇരിക്കുകയോ, ഒരു കണ്ണ് മാത്രം അടച്ചിരിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അതും ആ സംശയം തീർത്തിരിക്കണം. 2-3 മാസം ആകുമ്പോൾ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ, 2 മാസം ആകുമ്പോൾ തന്നെ ശബ്ദം വലിയ ശബ്ദമാണെങ്കിൽ കുഞ്ഞ് ഞെട്ടുകയും ചിലപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ എണീക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ചെവിയിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്ന പോലെ നമുക്ക് തോന്നും. 2 മാസം 3 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മളെ ശരിക്ക് നോക്കി അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഒരു 6 മാസത്തിനോട് അടുപ്പിക്കുമ്പോൾ നോ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്കത് മനസ്സിലാകുന്നതാണ്. ശബ്ദമുള്ള ടോയ്സ് കിലുക്കം കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് കൈകാലിട്ട് അടിക്കുന്നതാണ്. പിന്നെ ആ വാ എന്നെല്ലാം ശബ്ദങ്ങൾ കുഞ്ഞിൻ്റെ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ശബ്ദം കേട്ടാൽ 6 മാസം കഴിയുമ്പോൾ തന്നെ പേടിച്ച് കരയുന്നതാണ്. 1 വയസ്സാകും തോറും പേര് വിളിച്ചാൽ, അതായത് 9 മാസം 8 മാസം 9 മാസം ആകുമ്പോൾ പേര് വിളിച്ചാൽ നോക്കുകയും, ഫോണിൻ്റെ ശബ്ദം, പുതിയ ശബ്ദങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ തന്നെ കാണാം. ഒരു 6-7 മാസമുള്ള കുഞ്ഞ് അമ്മയുടെ മടിയിലിരിക്കും, അമ്മയുടെ ഫോൺ അടിക്കുമ്പോൾ എന്ത് ശ്രദ്ധയോടുകൂടെയാണെന്ന് നോക്കും. ഒറ്റയ്ക്കാണെങ്കിലും കുഞ്ഞ് ഒച്ച ഉണ്ടാക്കും. വയസ്സാകും തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 മീനിങ് ഫുൾ വേർഡ്സ് പറയാൻ തുടങ്ങും. ഓരോ മാസം കഴിയുന്നവരും ഓരോരോ വാക്കുകൾ കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കും. സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ കണ്ടുപിടിക്കും, പിടിച്ചെണീക്കും. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കുഞ്ഞ് 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പിടിച്ച് എണീക്കുന്നുണ്ടോ എന്ന്. പിന്നെ പിടിച്ചു കൊടുത്താൽ കപ്പിൽ നിന്ന് കുടിക്കുന്നതാണ്. കുഞ്ഞിന് നേരത്തെ പറഞ്ഞ പോലെ
അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് നല്ലവണ്ണം പാലുണ്ടെങ്കിൽ 6, 7, 8 പ്രാവശ്യം ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകും. അതൊന്നും അസുഖമല്ല. പിന്നെ സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. വയറ്റിൽ നിന്ന് പോകുമ്പോൾ വേദനയൊന്നുമില്ല. ചെറിയ മുക്കലല്ല, കൂടുതൽ വേദനയും ഒരുപാട് ഹാർഡ് സ്റ്റൂളാണെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റും ലാസ്റ്റായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, നല്ലവണ്ണം ഉറങ്ങുന്നുണ്ടോ എന്ന് കുഞ്ഞ്. ജനിച്ച കുട്ടികൾക്ക് കൂടുതൽ സമയം ഉറക്കമാണല്ലോ. 14 തൊട്ട് 16 മണിക്കൂറാണ് ജനിച്ച കുട്ടികൾ ഉറങ്ങുന്നത്. പതുക്കെ പതുക്കെ ഉറക്കം കുറഞ്ഞു കുറഞ്ഞു വരും. 1 വയസ്സാകും തോറും 12, 14 മണിക്കൂറാകും. 2 വയസ്സാകുമ്പോൾ ഒരു 10, 12 മണിക്കൂറാണ് ഉറങ്ങുന്നത്. ഉറക്കം കുറവുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ, നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റാത്ത കരച്ചിൽ, ഉറക്കമില്ല, കൂടുതലായിട്ട് ഇറിറ്റബിളായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഹെൽത്തിയും നോർമലായിട്ടുള്ള കുഞ്ഞാണോ നിങ്ങളുടേതെന്നുള്ളതിന് വേണ്ടി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും പറയുകയാണ്, മാസം തികഞ്ഞ കുട്ടികളെ കാര്യമാണ്. മാസം തികയാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ കറക്റ്റഡ് ഏജ് എന്ന് പറയും. അതനുസരിച്ച് നമ്മൾ ഡെവലപ്മെൻറ്റും ബാക്കി കാര്യങ്ങളെല്ലാം അസസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു നോർമലും ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ. നിങ്ങളുടെ കുഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.